ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 3 ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് സിലബസ് പ്രകാരമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സിലബസിലോട്ടേക്ക് വരാം. അപ്പോൾ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ്, ഡിസൈൻ കൺട്രോൾസ് ആൻഡ് ക്രൈറ്റീരിയ, ഡിസൈൻ ഓഫ് ഹൈവേ ക്രോസ് സെക്ഷൻ ഇലമെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ സൈഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഇത്രയും പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ബാക്കി ഇതിൽ നിന്ന് തന്നെ വരുന്ന ബാക്കി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വെർട്ടിക്കൽ അലൈൻമെൻറ്റിൽ നിന്നും സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്കിന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടേക്ക് വരാം. സോ അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഹൈവേ മെറ്റീരിയൽസ്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ആൻഡ് ടെസ്റ്റിംഗ് റോഡ് അഗ്രിഗേറ്റ്സ്, അതൊക്കെയാണ്. സോ നമുക്ക് ഈ ഒരു പോർഷൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഡിസൈൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, ഇത്ര വരെയുള്ള സിലബസ് പ്രകാരമുള്ള പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിന്ന് നോക്കാം. സോ എല്ലാവർക്കും വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ടേക്ക് കടക്കാം. So first question എന്ന് പറയുന്നത് the length of transition curve for a circular curve of radius 300 meter and for a design speed of 15 meter per second when the rate of change of centrifugal acceleration of 0.3 meter per second square per second. Okay, ഇതിൽ നിന്ന് ചോദിച്ചത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, എന്താണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ? LS ഈക്വൽ ടു വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആർ അല്ലേ, വേർ വി ഈസ് ഇൻ മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആർ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഇൻ മീറ്റർ പെർ സെക്കൻഡിലാണ്, വിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15. അപ്പോൾ 15 ക്യൂബ് ഡിവൈഡഡ് ബൈ സി. സി എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്, ദാറ്റ് ഈസ് 0.3. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 300 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 37.5 മീറ്റർ എന്നാണ്. ഓക്കെ, ഇതാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. സോ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 37.5 മീറ്റർ. ഓക്കെ, സോ എല്ലാവരും ഇവിടെ മെയിൻലി നമ്മൾ പഠിക്കേണ്ടത് ട്രാൻസിഷൻ കർവിൻ്റെ ഇക്വേഷൻ ആണ്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് വി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ആർ. ഈ ഇക്വേഷൻ വരുന്നത് ഇൻ ടേംസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ സി തന്നു കഴിഞ്ഞാലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മെയിൻലി ഇപ്പം പ്രോബ്ലം ബേസ്ഡ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നിങ്ങൾ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. സോ പ്രോബ്ലത്തിൽ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. തിയറി പോർഷൻസിനെക്കാട്ടും പ്രോബ്ലത്തിനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ falling gradient of 1 in 25 meets a rising gradient of 1 in 50. Okay. If the rate of change of grade is 0.3% per 20 meter change, the length of curve. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത് ഒരു ഫോളിംഗ് ഗ്രേഡിയൻറ്റ് ഒരു റൈസിങ് ഗ്രേഡിയൻറ്റിനെ മീറ്റ് ചെയ്യുന്നു എന്നാണ്. സോ ഇറ്റ് ഈസ് വാട്ട് കൈൻഡ് ഓഫ് കർവ് ഈസ് ദിസ്? ദിസ് ഈസ് എ വാലി കർവ്. ഓക്കെ, വാലി കർവ്, ഇതൊരു വാലി കർവാണ്. സോ അതിൻ്റെ ഫോളിംഗ് ഗ്രേഡിയൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 in 25. ഓക്കെ, ആൻഡ് റൈസിങ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? 1 in 50. സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗ്രേഡ് എൻ കണ്ടുപിടിക്കണം. ഗ്രേഡ് എൻ. സോ ഇത് ഫോളിംഗ് ഗ്രേഡിയൻ്റ് ആയത് കാരണം 1 in 25 പോസിറ്റീവാണ്, അതായത് വാലി കർവ് ആണല്ലോ. സോ റൈസിങ് ഗ്രേഡിയൻ്റ് എന്ത് വരും? 1 in 50. അത് നെഗറ്റീവായിട്ട് എടുക്കണം, കാരണം ഇതൊരു വാലി കർവാണ്. സോ ഗ്രേഡ് എന്ത് വരും? ഗ്രേഡാണ് N1 മൈനസ് N2, അതാണ് ഗ്രേഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ എന്ത് വരും? 1/25 മൈനസ് 1 in 50 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം, നെഗറ്റീവ് മൈനസ് 1/50. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/25 പ്ലസ് 1/50 എന്ന് വരും ആൻസർ. 1/25 പ്ലസ് 1/50. സോ എത്ര വരും? 1/25 പ്ലസ് 1/50 എന്ന് പറയുന്നത് 0.06 അല്ലേ.
സോ എത്ര കിട്ടണം ഇത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 6% കിട്ടും. 6% നമുക്ക് കിട്ടി. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. നമ്മളോട് ചോദിച്ചത് ഇഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡ് ഈസ് 0.3% പെർ 20 മീറ്റർ ചെയിൻ. ഓക്കെ, 20 മീറ്റർ ചെയിനിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡ് എന്ന് പറയുന്നത് 0.3% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് കർവ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോ 20 മീറ്റർ ചെയിന് 0.3% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മുടെ എത്രയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഗ്രേഡ്? 6% ആണ്. സോ 6%ന് എത്രയാണ് ലെങ്ത് ഓഫ് കർവ്? ഈ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിക്കണം. സോ എങ്ങനെ ചെയ്യാം? 20 ഇൻറ്റു 6 ഈക്വൽ ടു 0.3 ഇൻറ്റു എക്സ്. ലെങ്ത് ഓഫ് കർവ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, 0.3 ഇൻറ്റു എക്സ്. സോ ലെങ്ത് ഓഫ് കർവ് എക്സ് എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു 20 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 0.3. സോ എത്ര ആൻസർ കിട്ടും? 20 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 0.3. സോ ആൻസർ 400 മീറ്റർ നമുക്ക് കിട്ടും. 400 മീറ്റർ. ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 400 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇതൊരു വാലി കർവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് നമ്മൾക്ക് പോകാം. മാച്ച് ലിസ്റ്റ് 1. ലിസ്റ്റ് 1ൽ കൊടുത്തിട്ടുള്ളത് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ്സ് ആണ്. വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 2ൽ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ട്രാൻസിഷൻ കർവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് സെലക്ട് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഓരോ ട്രാൻസിഷൻ കർവും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. സോ ഇവിടെ നമുക്ക് കോഡ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് മാച്ചിങ് കോഡ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗ്ലോവേഴ്സ് സ്പൈറൽ ആണ് ഫസ്റ്റ്. സോ ഗ്ലോവേഴ്സ് സ്പൈറലിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ് അല്ലേ. ഒരു ഐഡിയൽ ട്രാൻസിഷൻ കർവ് ആണ് ഗ്ലോവേഴ്സ് സ്പൈറൽ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ചോദിച്ചത് ഗ്ലോവേഴ്സ് സ്പൈറലാണ്. സോ അതിൻ്റെ ജസ്റ്റ് നമുക്കതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് ജസ്റ്റ് നോക്കാം. ഗ്ലോവേഴ്സ് സ്പൈറൽ. ഗ്ലോവേഴ്സ് സ്പൈറലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡിയൽ ട്രാൻസിഷൻ കർവാണ് അല്ലേ. ഒരു ഐഡിയൽ ട്രാൻസിഷൻ കർവാണ് ഗ്ലോവേഴ്സ് സ്പൈറൽ. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഓഫ് ടാൻജൻസി. ഇത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ പ്രത്യേകതകൾ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യുന്നതെന്നുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, എന്താണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആണ് ഈ ഒരു കേസിൽ. ഇത്രയുമാണ് ഗ്ലോ സ്പൈറലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകതകൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? നെക്സ്റ്റ് ക്യൂബിക് സ്പൈറലാണ്. ക്യൂബിക് സ്പൈറൽ അല്ലേ. ക്യൂബിക് സ്പൈറലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ 1-2 പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ എഴുതാം. ക്യൂബിക് സ്പൈറൽ. ക്യൂബിക് സ്പൈറലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഇക്വേഷൻ എന്ത് വരും? y ഈസ് ഈക്വൽ ടു L³ ഡിവൈഡഡ് ബൈ 6RL. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് sin phi ഈക്വൽ ടു ഫൈ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. sin phi ഈക്വൽ ടു ഫൈ. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു dy ബൈ dl. ഓക്കെ,
ദാറ്റ്സ് ഓൾ അബൌട്ട് ക്യൂബിക് സ്പൈറൽ. ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷനും ആ ഒരു കണ്ടീഷനും മാത്രം പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്? ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ് അല്ലേ? ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ് ഓർ ക്യൂബിക് പരാബോള. ഓക്കെ, ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിനെ തന്നെയാണ് നമ്മൾ ക്യൂബിക് പരാബോള എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ്. ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത എന്ത് വരും? ഇത് നമുക്ക് സിമ്പിൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വാലി കേഴ്സിലാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. വാലീസ് കർവ് നമുക്ക് ഓൾറെഡി അറിയാം. ഐഡിയൽ ഷേപ്പ് ഓഫ് വാലി കർവ് എന്ന് പറയുന്നത് ക്യൂബിക് പരാബോളയാണ്. ഓക്കെ, അത് തന്നെയാണ് ഈ ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻലി ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കത് സിമ്പിൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് വാലീസ് കർവിൽ നമ്മൾ മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ y ഈക്വൽ ടു L ക്യൂബ് ഡിവൈഡഡ് ബൈ 6r തന്നെയാണ്. L ക്യൂബ് ഡിവൈഡഡ് ബൈ 6r. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബെർണോളിസ് ലെമിസ്കേറ്റ് ആണ് അല്ലേ? ബെർണോളിസ് ലെമിസ്കേറ്റ്. ഓക്കെ, ബെർണോളിസ് ലെമിസ്കേറ്റിൻ്റെ പ്രത്യേകത എന്താ? ബെർണോളിസ് ലെമിസ്കേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മോഡേൺ റോഡ്സിലാണ്. ബർ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് ദ കർവ് ഈസ് ലാർജ്. ഓക്കെ, അതാണ് ബെർണോളിസ് ലെമിസ്കേറ്റ്. പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ലെസ് ആണ്. അത് മോർ റാപ്പിഡ്ലി വിത്ത് ലെങ്ത്തുമായിട്ട് മോർ റാപ്പിഡ്ലി അത് ഡിക്രീസസ് വിത്ത് മോർ റാപ്പിഡ്ലി വിത്ത് ലെങ്ത്. ഓക്കെ, അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഡിക്രീസസ് മോർ റാപ്പിഡ്ലി വിത്ത് ലെങ്ത് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓട്ടോജീനിയസ് കർവ്. ഇതൊരു ഓട്ടോജീനിയസ് കർവ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഫോളോസ് എ പാത്ത് വിച്ച് ഈസ് ട്രേസ്ഡ് ബൈ വെഹിക്കിൾ. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെർണോളിസ് ലെമിസ്കേറ്റിൻ്റെ. ബെർണോളിസ് ലെമിസ്കേറ്റ്. അപ്പോൾ ഇതിൻ്റെ എന്താ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസസ് മോർ റാപ്പിഡ്ലി വിത്ത് ലെങ്ത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എൻ ഓട്ടോജീനിയസ് കർവ് ആണ്. ഓട്ടോജീനിയസ് കർവ്. അതായത് ഇത് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് ട്രേസ്ഡ് ബൈ എ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ ട്രേസ് ചെയ്ത പാത്താണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇത്രയാണ് ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നമുക്ക് നോക്കാം. സോ എ ഗ്ലോവ് സ്പൈറൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ബിഗിനിങ് ഓഫ് ദ കർവ്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തത് ഇതാണ് ഗ്ലോവ് സ്പൈറൽ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം യൂണിഫോം പോയിന്റ് ഓഫ് ടാൻജൻസി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ ഗ്ലോവ് സ്പൈറൽ വരുന്നത് നമുക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് എന്ന ആ ഒരു ഓപ്ഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എനി പോയിന്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ബിഗിനിങ് ഓഫ് ദ കർവ്. നെക്സ്റ്റ് വൺ ക്യൂബിക് സ്പൈറലാണ്. എന്താണ് ക്യൂബിക് സ്പൈറലിൻ്റെ പ്രത്യേകത? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ക്യൂബിക് സ്പൈറലിൻ്റെ എന്തായിരുന്നു? ക്യൂബിക് സ്പൈറലിൻ്റെ ഒരു കണ്ടീഷനാണ് sin phi ഈക്വൽ ടു ഫൈ അല്ലേ? അതെവിടെയാണ് വരുന്നത്? ഓപ്ഷൻ 3 ലിസ്റ്റ് 2 3 ആണ് വരുന്നത്. സോ ക്യൂബിക് സ്പൈറലിൻ്റെ പ്രത്യേകത വരുന്നത് sin phi ഈക്വൽ ടു ഫൈ അല്ലേ? സോ നമുക്ക് അതിനെ മാച്ച് ചെയ്യാം. ക്യൂബിക് സ്പൈറല് sin phi ഈക്വൽ ടു ഫൈ. നെക്സ്റ്റ് ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവാണ്. ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ്. ഓക്കെ, ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിൻ്റെ ഒരു കണ്ടീഷനാണത്. ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിൻ്റെ ഒരു കണ്ടീഷനാണ് എക്സ് ഈക്വൽ ടു എല്ലും കോസ് ഫൈ ഈക്വൽ ടു 1ഉം. ഓക്കെ, എക്സ് ഈക്വൽ ടു എൽ കോസ് ഫൈ ഈക്വൽ ടു 1. ഓക്കെ, ഫ്രൂട്ട് ട്രാൻസിഷൻ കർവ്. ഓക്കെ, അതിൻ്റെ ഒരു കണ്ടീഷനാണ്
എക്സ് ഈക്വൽ ടു എൽ ആൻഡ് കോസ് ഫൈ ഈക്വൽ ടു 1. അത് നമ്മൾ പഠിച്ചു വെക്കണം, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. അതായത് ക്യൂബിക് സ്പൈറലിൻ്റെയും ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവിൻ്റെയും ആ രണ്ട് കണ്ടീഷൻസ് അത് നോക്കി വെക്കണം. എക്സ് ഈക്വൽ ടു എൽ പിന്നെ കോസ് ഫൈ ഈക്വൽ ടു 1 ദെൻ ബെർണോളിസ് ലെമിനിസ്കേറ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എൻ ഓട്ടോജീനിയസ് കർവ് ഫോർ എൻ ഓട്ടോമൊബൈൽ ആണ്. സോ ഓപ്ഷൻസ് എന്ത് വരും? ഓട്ടോജീനിയസ് കർവ് ഫോർ ഓട്ടോമൊബൈൽ. ഓക്കെ, എന്ത് വരും? ഇപ്പോൾ A2 വന്നു, എക്ക് 2 വന്നു, ബിക്ക് എന്ത് വന്നു? ബിക്ക് 3 വന്നു, സിക്ക് എന്ത് വന്നു? സിക്ക് 4 വന്നു, ഡിക്ക് എന്ത് വന്നു? ഡിക്ക് 1 വന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരണം? ABCD 2 3 4 1 വരണം ആൻസർ. 2 3 4 1 നോക്കാം. ഓപ്ഷൻസ് ABCD. ഓക്കെ, 2 3 4 1 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2 3 4 1 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. 2 3 4 1. ഓക്കെ, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഒന്നുമില്ല, ഈ ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ കർവ്സ് പഠിക്കുക, അതിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് പഠിക്കുക. ക്ലോവേഴ്സ് സ്പൈറൽ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറും ഡിസ്റ്റൻസ് ഫ്രം യൂണിഫോം പോയിന്റ് ഓഫ് ടാൻജൻസിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കുക. ക്യൂബിക് സ്പൈറൽ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ പഠിച്ചു വെക്കുക, സൈൻ ഫൈ ഈക്വൽ ടു 5. ഫ്രൂട്ട്സ് ട്രാൻസിഷൻ കർവ് ആണെങ്കിൽ ഇറ്റ്സ് എ വാലി കർവ്, പിന്നെ അതിൻ്റെ കണ്ടീഷൻ പഠിച്ചു വെക്കുക, എക്സ് ഈക്വൽ ടു എൽ കോസ് ഫൈ ഈക്വൽ ടു 1. പിന്നെ ബെർണോളിസ് ലെമിനിസ്കേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഓട്ടോജീനിയസ് കർവ് ആണ്. പിന്നെ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഡിക്രീസസ് മോർ റാപ്പിഡ്ലി വിത്ത് ലെങ്ത്. ആ ഒരു 2 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ടേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഇതൊരു സമ്മിറ്റ് കർവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എ സമ്മിറ്റ് കർവ് ഈസ് ഫോംഡ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ 3% upward gradient and 5% down gradient. To provide a stopping distance of 128 meter, the length of summit curve needed will be. ഓക്കെ, സോ നമുക്ക് നോക്കാം. സമ്മിറ്റ് കർവിനെ പറ്റിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതാണൊരു സമ്മിറ്റ് കർവ്. ഇവിടെ എന്താ തന്നത്? 3% അപ്ഗ്രേഡിയൻ്റ് ആണ് അല്ലേ. സോ G1 ഈസ് ഈക്വൽ ടു 3% ആണ്. 5% ഡൗൺ ഗ്രേഡിയൻ്റ് ആണ്. സോ G2 ഈസ് ഈക്വൽ ടു -5%. ഇത് സമ്മിറ്റ് കർവ് ആയതുകൊണ്ട് തന്നെ ഡൗൺ ഗ്രേഡിയൻ്റ് ആണ്, നമ്മൾ നെഗറ്റീവ് കൊടുക്കേണ്ടത്. സോ ടു പ്രൊവൈഡ് എ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓഫ് 128 മീറ്റർ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 128 മീറ്റർ ആണ്. ദ ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ്. ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ് എത്രയാണെന്നാണ് ചോദിച്ചത്. സോ നോക്കാം, നമുക്ക് ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ്. സോ കൺസിഡർ, അപ്പോൾ അതിൻ്റെ 2 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് പോയിന്റ് തന്നെ നോക്കാം. കൺസിഡർ L ഗ്രേറ്റർ ദാൻ S. ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ് ഗ്രേറ്റർ ദാൻ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവിൻ്റെ ഇക്വേഷൻ? L ഈസ് ഈക്വൽ ടു NS സ്ക്വയർ ഡിവൈഡഡ് ബൈ 4.4. എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡ് ആണ് N. സോ ഗ്രേഡ് N എന്ത് കിട്ടും നമുക്ക്? 3% -5% അല്ലേ. 3 -5 വിച്ച് ഈസ് ഈക്വൽ ടു 8% N കിട്ടി. എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 128 മീറ്റർ. സോ നമുക്ക് നോക്കാം ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ് എത്രയാണ് വരുക നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? 0.08 ഇൻറ്റു 128 സ്ക്വയർ ഡിവൈഡഡ് ബൈ 4.4. സോ ഇതാണ് ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവിൻ്റെ ഇക്വേഷൻ. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 297.89 മീറ്റേഴ്സ് എന്നാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? L ഗ്രേറ്റർ ദാൻ S ആണ്. ദാറ്റ് ഈസ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. L നമുക്ക് കിട്ടിയത് 297.89 ആണ്, S 128 മീറ്റർ ആണ്. സോ L ഗ്രേറ്റർ ദാൻ S നമ്മൾ എടുത്ത ഈ ഒരു കണ്ടീഷൻ എന്താണ്? ഓക്കെ ആണെന്ന് അർത്ഥം. സോ നമുക്ക് Lന് ഈ ഒരു ആൻസർ തന്നെ ചൂസ് ചെയ്യാം. സോ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്. 297.89 മീറ്റർ, ദാറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 298 മീറ്റർ. സോ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ലെങ്ത് ഓഫ് സമ്മിറ്റ് കർവ്, ലെങ്ത് ഓഫ് വാലി കർവ്, അതിൻ്റെ കണ്ടീഷൻസ്, ഓരോ കണ്ടീഷൻസിനും ഇക്വേഷൻസ് എങ്ങനെ മാറുന്നു എല്ലാം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഓരോ പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻസ് അറിയുകയാണെങ്കിൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. Question:
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ജോമെട്രിക് ഡിസൈൻ ഓഫ് റോഡ്സ്. ഇത് ഗേറ്റിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ആയി തന്നിട്ടുള്ളത് എ സിമ്പിൾ പരാബോളിക് കർവ് ഈസ് ആൻ ആക്സെപ്റ്റബിൾ ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ്. സെക്കൻഡ് എന്ന് പറയുന്നത് കംഫർട്ട് ടു പാസഞ്ചർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് സമ്മിറ്റ് കർവ്സ്. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറക്റ്റ് ഓപ്ഷൻ ഇവാലുവേഷൻ ദ അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ഈസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? സിമ്പിൾ പരാബോളിക് കർവ് ഈസ് ആൻ ആക്സെപ്റ്റബിൾ ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ്. ഒരു സമ്മിറ്റ് കർവിന്റെ ആക്സെപ്റ്റബിൾ ഷേപ്പ് സിമ്പിൾ പരാബോളിക് കർവ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കംഫർട്ട് പാസഞ്ചർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് സമ്മിറ്റ് കർവ്. സോ നമുക്ക് നോക്കാം ഓപ്ഷൻ എ 1 is true 2 is false. Then option B 1 is true 2 is true and 2 is the correct reason for 1. Option C 1 is true 2 is true and 2 is not the correct reason for 1. Option D 1 is false 2 is true. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ഒരു സിമ്പിൾ പരാബോളിക് കർവ് ആണ് ആക്സെപ്റ്റബിൾ ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ്. നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ആക്സെപ്റ്റബിൾ ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പരാബോളിക് കർവ് തന്നെയാണ്, ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കംഫർട്ട് പാസഞ്ചർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് സമ്മിറ്റ് കർവ്. അതും കറക്റ്റ് തന്നെയാണ്. കംഫർട്ട് പാസഞ്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ തന്നെയാണ് ഇൻ ദ ഡിസൈൻ ഓഫ് സമ്മിറ്റ് കർവ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്ത് തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, ശരി, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസിലോട്ടേക്ക് വരാം. 1 is true 2 is false. സോ ഈ ഒരു ഓപ്ഷൻ എന്താണ്? നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം, തെറ്റാണത്. രണ്ടും ട്രൂ ആണല്ലോ. സെക്കൻഡ് ഓപ്ഷൻ 1 is true 2 is true കറക്റ്റ് ആണ്. ആൻഡ് 2 is the correct reason for 1. അതെ, 2 is the correct reason for 1. നോക്കാം എന്തായിരുന്നു 2. കംഫർട്ട്, അതായത് സിമ്പിൾ പരാബോളിക് കർവാണ് ആക്സെപ്റ്റബിൾ ഷേപ്പ് ഫോർ സമ്മിറ്റ് കർവ്. സോ അങ്ങനെ സിമ്പിൾ പരാബോളിക് കർവ് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്താണ് കംഫർട്ട് പാസഞ്ചർ നമുക്ക് കിട്ടുന്നത്. പാസഞ്ചേഴ്സിന് കംഫർട്ടായിട്ട് വെഹിക്കിൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ കംഫർട്ട് പാസഞ്ചർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദ ഡിസൈൻ ഓഫ് സമ്മിറ്റ് കർവ്. സോ നമുക്ക് മനസ്സിലാക്കാം 1ഉം ട്രൂ ആണ് 2ഉം ട്രൂ ആണ്. ആൻഡ് 2 എന്ന് പറയുന്നത് കറക്റ്റ് റീസൺ ഫോർ 1ഉം ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, കറക്ഷൻ ഓപ്ഷൻ ബി. ഓപ്ഷൻ സി നോക്കാം. 1 is true 2 is true. ഇത് കറക്റ്റ് തന്നെയാണ്. ആൻഡ് 2 is not the correct reason for 1. അത് തെറ്റാണ്. 2 is the correct reason for 1 ആണ്. സോ നമുക്ക് ഓപ്ഷൻ സി അവോയ്ഡ് ചെയ്യാം. ഓപ്ഷൻ ഡി 1 is false 2 is true. അതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ടൈപ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ടേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്രൈറ്റീരിയ അസോസിയേറ്റഡ് വിത്ത് ദ ഡിസൈൻ ഓഫ് സാഗ് വെർട്ടിക്കൽ കർവ്. ദാറ്റ് ഈസ് സാഗ് കർവിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വന്നത് പ്രൊവിഷൻ ഓഫ് മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡ്യൂറിംഗ് ഡേ ടൈം. സെക്കൻഡ് വൺ adequate drainage. തേർഡ് വൺ comfortable operation. ഫോർത്ത് വൺ pleasant appearance. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ക്രൈറ്റീരിയ ഫോർ ഡിസൈൻ ഓഫ് വാലി കർവ് നമുക്ക് നോക്കാം ഇൻ ഹൈവേസ്. അപ്പോൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്? ഇതിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, മീൻസ് ഇതിൽ തന്നിട്ടുണ്ട് പ്രൊവിഷൻ ഓഫ് മിനിമം സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഡ്യൂറിംഗ് ഡേ ടൈം. ഡ്യൂറിംഗ് ഡേ ടൈം ആണോ? അതായത് ഒരു വാലി കർവാണ്. അപ്പോൾ വാലി കർവിൽ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. HSD എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് തന്നെയാണ്. ഡ്യൂറിങ് നൈറ്റ് ടൈമിലാണ് അവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടർ. നൈറ്റ് ടൈമാണ്, നോട്ട് ഡേ ടൈം. സോ ഇതെന്താണ്, നമുക്ക് കട്ട് ചെയ്യാം. സോ adequate drainage. ഇത് ഓക്കെ, നമുക്കറിയാം ഒരു വാലി, ഇപ്പോൾ റോഡിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ വാലി കർവ് കൊടുക്കുന്നിടത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് നമ്മൾ അവിടെ ഒരു കൾവേർട്ട് പണിയണം എന്നുള്ളതാണ്. ഇവിടെ ഒരു കൾവേർട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണിതിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും വെള്ളം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളവും വരുന്നുണ്ട്. സോ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കൾവേർട്ട് കൊടുക്കണം. സോ adequate drainage എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് വാലി കർവിൻ്റെ. സോ അത് കറക്റ്റാണ്. പിന്നെ കംഫർട്ടബിൾ ഓപ്പറേഷൻ. ഓക്കെ, അതൊരു ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. കംഫർട്ടബിൾ ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ വാലി കർവ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്ലസൻറ്റ് അപ്പിയറൻസും ആയിരിക്കണം. ഓക്കെ,
സോ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 1 ഒഴികെ ബാക്കി മൂന്നും കറക്റ്റാണ്. 2, 3, 4 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരേണ്ടത്. നമുക്ക് നോക്കാം അത് ഓപ്ഷൻ ഏതാണെന്ന്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ സി 2, 3 ആൻഡ് 4 അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് വാല്യൂ കർവിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഇതും ഒരു വാല്യൂ കർവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയ ഫോർ ഡിസൈൻ എ വാല്യൂ കർവ് ഫോർ ഹൈവേസ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നേരത്തെ മുന്നേ ഉള്ള ക്വസ്റ്റ്യനും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. സോ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് അക്സെപ്റ്റബിൾ ക്രൈറ്റീരിയാസ് എന്ന്. ഫസ്റ്റ് വൺ എന്ത് വരും? വെഹിക്കിൾ ഹെഡ് സൈഡ് ഡിസ്റ്റൻസ് ആണ്. വെഹിക്കിൾ ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ്. സെക്കൻഡ് വൺ എന്ത് വരും? മോട്ടോറിസ്റ്റിന്റെ കംഫർട്ട് ആണ് അല്ലേ? ദാറ്റ്സ് ഓൾസോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. മോട്ടോറിസ്റ്റിന്റെ കംഫർട്ട്. തേർഡ് വൺ എന്ത് വരും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ക്രോസ് ഡ്രെയിനേജ് കൺട്രോൾ അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് വാല്യൂ. ഡ്രെയിനേജ് കൺട്രോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, കൾവേർട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. സോ ക്രോസ് ഡ്രെയിനേജ് കൺട്രോൾ. കൺട്രോൾ അറ്റ് ലോവസ്റ്റ് പോയിന്റ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? ജനറൽ എസ്തെറ്റിക് കൺസിഡറേഷൻ. അത് നമ്മളൊരു എല്ലാത്തിലും നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് എസ്തെറ്റിക് കൺസിഡറേഷൻ. എസ്തെറ്റിക് കൺസിഡറേഷൻ. നെക്സ്റ്റ് എന്താണ്? ഇത്രയുമാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മെയിൻലി ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാല്യൂ കർവിൽ HST ആണ്. ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് IST ആൻഡ് SST നോട്ട് എ പ്രോബ്ലം ഓൺ വാല്യൂ കർവ്. ഇന്റർമീഡിയറ്റ് സൈറ്റ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് സൈറ്റ് ഡിസ്റ്റൻസ് ഇതൊന്നും തന്നെ വാല്യൂ കർവിൽ ഒരു പ്രോബ്ലം അല്ല. ഇതൊന്നും തന്നെ ഇതിൻ്റെ ഡിസൈൻ കൺസിഡറേഷനിൽ വരുന്നില്ല. ഹെഡ്ലൈറ്റ് സൈറ്റ് ഡിസ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹെഡ് സൈഡ് ഡിസ്റ്റൻസ് കറക്റ്റ് ആണ്. പാസിംഗ് ആൻഡ് നോൺ പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ് തെറ്റാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു IST, SST, OST ഒന്നും തന്നെ വാല്യൂ കർവിൽ ഒരു പ്രോബ്ലം അല്ല. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ് മെയിൻ. എസ്തെറ്റിക് കൺസിഡറേഷൻ കറക്റ്റ് ആണ്. മോട്ടോറിസ്റ്റിന്റെ കംഫർട്ട് കറക്റ്റ് ആണ്. ഡ്രെയിനേജ് കൺട്രോളും കറക്റ്റ് ആണ്. സോ എന്ത് വരണം? 1, 3, 4, 5 അതായിരിക്കണം നമ്മുടെ ആൻസർ വരേണ്ടത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3 ആൻഡ് 4 തെറ്റാണ്. ഓപ്ഷൻ ബിയിലാണ് 1, 3, 4, 5 വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായില്ലേ? സോ നമ്മൾ പഠിക്കേണ്ടത് വാല്യൂ കർവിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയാസ്, ഡിസൈൻ കൺസിഡറേഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ SST, IST, OST എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പോയി കുത്തരുത്, അത് തെറ്റാണ്. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആണ് മെയിൻ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ദ ഡിസൈൻ ക്രൈറ്റീരിയ ഫോർ എ വാല്യൂ കർവ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഏകദേശം ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് അത് ഡിസൈൻ ക്രൈറ്റീരിയ ആണ് അല്ലേ? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണോ? അല്ല, തെറ്റാണ്. ഇത് കണ്ടോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2ഉം 3ഉം പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആണ് വാല്യൂ കർവിൻ്റെ. കംഫർട്ട് കണ്ടീഷൻ കറക്റ്റ് ആണ്. ഡ്രെയിനേജ് കറക്റ്റ് ആണ്. സോ എന്താണ് ഡിസൈൻ ക്രൈറ്റീരിയ അല്ലാത്തത്? ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആണ് ഡിസൈൻ ക്രൈറ്റീരിയ അല്ലാത്തത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി.